5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും ആരോപണവുമായി പി.വി. അൻവർ എം.എൽ.എ. ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചത് പി ശശി എന്നാണ് ആരോപണം. M.R. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആവർത്തിച്ച് CPI ഇന്നും രംഗത്ത് വന്നു. ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. ADGPയേക്കാൾ ഉയർന്ന റാങ്കിൽ വിജിലൻസിലുള്ള ഒരേയൊരു ഉദ്യോഗസ്ഥനാണ് DGP യോഗേഷ് ഗുപ്ത. അതുകൊണ്ടാണ് അന്വേഷണം വിജിലൻസ് മേധാവിയെ തന്നെ ഏൽപ്പിച്ചത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. അനധികൃത സ്വത്ത് സമ്പാദനം, മരമുറിക്കൽ, സ്വർണ്ണക്കടത്തുൾപ്പെടെയുള്ള 5 വിഷയങ്ങളാണ് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരിക. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിക്കും. വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചത് പി ശശി എന്നാണ് P.V. അൻവർ MLA-യുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ വന്നതെന്നും P.V. അൻവർ പറഞ്ഞു. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ഫയൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്നത്. അപ്പോൾ ഈ 6-7 ദിവസം ഈ ഫയൽ എവിടെയായിരുന്നു? ആരാണിത് പിടിച്ചു വെച്ചത്? ഈ പൊതുസമൂഹത്തിൻ്റെ മുകളിൽ അനാവശ്യമായി ഗവൺമെൻറ്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആളുകൾക്ക് സംസാരിക്കാനുള്ളൊരു വഴിയുണ്ടാക്കി കൊടുത്തു. ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ഇത്രയും ദിവസം പിടിച്ചു വെച്ചതിന് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അന്വേഷണ ശേഷം കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ മാത്രം ADGPയെ മാറ്റിയാൽ മതിയെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ആർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാലും ആ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് വ്യക്തിപരമായിട്ട് ആരെങ്കിലും നോക്കിയിട്ട് അത് വേർതിരിച്ച് കാണുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി നോക്കി വേർതിരിച്ച് കാണുക. വിജിലൻസ് അന്വേഷണം കൂടി ആരംഭിച്ചതോടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കെതിരെ ഒരേ സമയം 2 ഏജൻസികളുടെ അന്വേഷണമെന്ന നാണക്കേടുമായി. 24 തിരുവനന്തപുരം.